ഇനി ഇത് ഏതാണെന്ന് മനസ്സിലായില്ല, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. ഇതിന്റെ സെയിം ഏതാണ് വലുത്? അയ്യോ, എന്റെ തല വെട്ടി വെച്ചേക്കണോ? നിങ്ങൾ തല വെട്ടി വെച്ചേക്കുവാണല്ലോ. എന്റെ തല വെട്ടി വെച്ചേക്കണോ ചേട്ടൻ? എന്റെ തല വെട്ടിയിട്ടല്ലേ. എന്ത് പറ്റിയടാ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? ചേട്ടൻ 4 പേരെ വിളിച്ചിരിക്കാൻ ചീട്ട് കളിക്കണം, 5 പേരെ. നിന്റെ തല വെട്ടി വെച്ചില്ലേ, അപ്പൊ ഞാൻ 4 പേരെ വിളിച്ച് ഞാൻ സ്വയം തന്നെ 4 പിളർന്ന് ചീട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടുമ്പോ എന്താ തോന്നുന്നത്? നമുക്ക് ഒരു കൂടെ കയറി അപ്പുറത്തോടെ ഇറങ്ങുന്ന ഫീൽ അല്ലേ? പക്ഷെ ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് അപ്പുറത്തേക്ക് പോകുന്നതായിട്ട് ഒരു ഫീലിംഗ് ഇല്ലേ? പക്ഷെ ആകെപ്പാട് ഒരു ഗ്ലാസ് ഇതേ ഉള്ളൂ. ആ ഒരു ഗ്ലാസ് മാറ്റി ഇതും കൂടെ വെച്ചിട്ടാണ്. പിന്നെ ഈ പിക്ചർ കണ്ട, നമുക്ക് 2 സൈഡിലേക്ക് നോക്കി ഒരാളുടെ ഫേസ് തന്നെ കാണാം. ഒരെണ്ണം ഫ്രണ്ടിലേക്കുള്ള ഫേസ്, ഒരാൾ സൈഡിലേക്ക് നോക്കും, ഒരാൾ നേരെ നോക്കുന്നത്, ഒരാൾ സൈഡിലേക്ക് നോക്കുന്നതായിട്ടൊരു ഫീലിംഗ് അല്ലേ? കൊള്ളാം. ഇനി ഇത് എന്തായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്? 3-4 പേര് കാണും. കണ്ട അനിലിന്റെ മുഖം തന്നെ 3 എണ്ണം. ആഹാ, എന്തൊക്കെ ഭാവവ്യത്യാസങ്ങളാണ്. ഇനി ഈ ഇലൂഷൻ കണ്ടില്ലേ, കളർ വ്യത്യാസമാകുന്നു. ഇത് നമ്മൾ പണ്ട് ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ കിട്ടുമ്പോ കാണുന്ന ഇലൂഷനാണ്. അതെ, ഓരോന്നിനകത്ത് ഓരോ ആൾക്കാരുണ്ട്. സ്കെയിലിന്റെ ഇതിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ? പണ്ടത്തെ സ്കെയിൽ അതേപോലെ അത് നോക്കിക്കുക, അവിടെ കുറച്ച് ഇലൂഷൻസ് ഉണ്ട്. നമ്മുടെ സൈഡിലേക്കൊക്കെ തിരിയുമ്പോ അതിങ്ങനെ ഒരു ഫീലിംഗ് വ്യത്യാസം വരുന്നുണ്ട് അതിലൊക്കെ.